ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് മുഖത്തൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഇതേപോലെ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. നോർമൽ സ്കിൻ ടൈപ്പുകാർക്കും അതേപോലെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കും ഏകദേശം ഈ ഒരു റിസൾട്ട് തന്നെ കിട്ടും. പക്ഷേ ഡ്രൈ സ്കിൻ ആൻഡ് ഓയിലി സ്കിന്നുകാരുടെ റിസൾട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫസ്റ്റ് യൂസ് തന്നെ നല്ല നിറവും തിളക്കവും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന സാധനങ്ങൾ തന്നെ മാത്രമാണ് ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ മറ്റേ കൈനേക്കാളും 1-2 ഷെയ്ഡ് കൂടുതൽ നിറം ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല എഫക്റ്റീവാണ്. ഇതിന് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനെപ്പം കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നവർ എല്ലാവരും ചോദിക്കാറുണ്ട്, കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് ഒരു യെല്ലോ അല്ലാലോ ഒരു ക്രീം കളർ ടൈപ്പ് അല്ലേ എന്നുള്ളത്. അപ്പോൾ പാക്കറ്റ് തന്നെ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ പാക്കറ്റ് തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ മതി. ഇനി നിങ്ങൾ സാധാ മഞ്ഞൾപ്പൊടി എടുക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ പനിനീര് എന്ന് പറയും. റോസ് വാട്ടർ എന്തെന്നാന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് പനിനീരാണ്. പിന്നെ അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അത് 1 ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ മഞ്ഞളുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. പാല് എന്ന് പറയുന്നത് സാധാരണ പശുവും പാല് പച്ചപ്പാലാണ്. അത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു പൊടി ആവശ്യമുണ്ട്. ആ ഒരു പൊടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് യൂസ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണ്. ഗോതമ്പിൻ്റെ പൊടിയിൽ എനിക്ക് കുറച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഗോതമ്പിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇനി ഗോതമ്പിൻ്റെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. കടലപ്പൊടിയും ഇല്ലെങ്കിൽ മുൾത്താണി മിട്ടി യൂസ് ചെയ്യാം. മുൾത്താണി മിട്ടി ഉണ്ടാവൽ വളരെ കുറവായിരിക്കും എല്ലാവരുടെ അടുത്തും. പക്ഷേ മുൾത്താണി മിട്ടി ഉണ്ടെങ്കിൽ ഡബിൾ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഗോതമ്പ് പൊടിനേക്കാളും അടിപൊളി റിസൾട്ട് മുൾത്താണി മിട്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് ചെയ്തത് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്ത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ എല്ലാ ഫേസ് പാക്കിൻ്റെ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ സർക്കുലർ മോഷനിൽ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലിലേക്ക് വേണം എപ്പോഴും 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നാലും മാത്രം നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടും. ചിലർ ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയാൽ കഴുകിക്കളി. അങ്ങനെയൊന്നും ചെയ്താലൊന്നും നമുക്ക് വിചാരിച്ച പോലത്തെ റിസൾട്ടൊന്നും കിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഇതിന് റിസൾട്ട് കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ സാധാരണ വെള്ളത്തിലാണ് കേട്ടോ ഇത് കഴുകിക്കളയുന്നത്. അപ്പം എല്ലാം മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ മുഖത്തേക്ക് വരുന്ന ആ ഒരു നിറം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ ആ ഒരു സ്കിൻ ടൈപ്പുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഇത് റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റാത്തതുള്ളൂ. ബാക്കി എല്ലാ സ്കിന്നുകാർക്കും അത്യാവശ്യം റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഖത്തുള്ള ആ ഒരു നിറം എന്നും അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. കറുത്ത പാടും കരിവാളിപ്പം എല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് ഇത്. കസ്തൂരി മഞ്ഞൾ വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം അത് തന്നെ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.